എൻ്റെ പേര് ജൂണിയ. ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ ഡിയോൺ, ആരോണ്. ഞങ്ങൾ കുവൈറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റിലാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയോഗമായിരുന്നു. എൻ്റെ ഇളയ മകന് സംസാരിക്കുമ്പോൾ വിക്കുണ്ടായിരുന്നു. നിരന്തരമായിട്ട് ഞങ്ങൾ ഉടമ്പടിത്തിന് ശേഷം ഉടമ്പടി പ്രാർത്ഥിക്കുകയും ഉപ്പ് പ്രാർത്ഥനാപൂർവ്വം മോന് നൽകുകയും ചെയ്തിരുന്നു. ഉടമ്പടി തൈലം തേച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ മകൻ്റെ വിക്ക് പരിപൂർണമായിട്ട് മാറ്റി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മൂത്ത മകന് ബ്ലഡിലെ ASO ടൈറ്റർ ഹൈ ആയിരുന്നു. 2 വർഷമായിട്ട് മോൻ്റെ ബ്ലഡിൽ ASO ടൈറ്റർ ഹൈ ആയിരുന്നു. ഇതൊരു ആൻറ്റിബോഡിയാണ്, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ വരുന്നതിന് ശേഷമുള്ളൊരു ആൻറ്റിബോഡിയാണ്. ഇത് ബ്ലഡിൽ ഹൈ ആയിട്ട് വളരെ കാലം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം 2 വർഷമായ സ്ഥിതിക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളോട് ഡോക്ടേഴ്സ് പറഞ്ഞു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു. ഹൈ ഡോസസ് മെഡിസിൻസ് ആയിരുന്നു. ഒരു 4 ഡോക്ടർമാരെ ഞങ്ങൾ കൺസൾട്ടൻസ് ചെയ്തതിന് ശേഷമാണ് ഈ മെഡിസിൻസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മെഡിസിൻസ് എല്ലാം റിയാക്ഷനായി. മോന് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ വന്നു. ബുദ്ധിമുട്ടുകളെന്ന് പറയുമ്പോൾ അവൻ്റെ ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ട് വന്നു. ഭയങ്കരമായ ടയർഡ്നെസ്, ഹെഡ് ഏക്ക്, നോസ് ബ്ലീഡ്. മോൻ ഒരു തരത്തിലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നു. ഈ അവസരത്തിലെല്ലാം ഞങ്ങൾ കുവൈറ്റിലാണുള്ളത്. ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ ഓൺലൈനിൽ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തു. മെഡിസിൻസ് എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അതുകൂടാതെ കുവൈറ്റിൽ ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ടായിരുന്നു. ആർക്കും ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തു. 1 വീക്കായി, 2 വീക്കായി. മോന് സിംറ്റംസ് ഒന്നും കുറയുന്നില്ല. ബുദ്ധിമുട്ടുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രാർത്ഥനകൾ ചെയ്യുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ മോന് കൊടുക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചെന്നാൽ ഈ സമയത്ത് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായ ടെൻഷനും വിഷമം, മോൻ ഇത്രയും വയ്യാതിരുന്നിട്ടും ഭയങ്കരമായ വിഷമോ നിരാശയിലോട്ടൊന്നും ഞങ്ങളെ വിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ വീണ് പോകുന്ന സ്വഭാവമായിരുന്നു എൻ്റേത്. പക്ഷേ പരിശുദ്ധ അമ്മ താങ്ങി നിർത്തി. ഈ സമയത്തെല്ലാം പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമ്മയുടെ സാന്നിധ്യം നിന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയിൽ തിരിയിൽ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിച്ചു. ഞങ്ങൾ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് വരുന്ന ഒരു ദിവസം ഞാൻ ഹസ്ബൻഡും കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട് കൃപാസനത്തിൻ്റെ. ഞങ്ങൾ ആ ഗ്രൂപ്പിൽ പങ്കെടുക്കാറുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ അസുഖം ഈ സിംറ്റംസ് എല്ലാം മാറ്റി മോനെ നോർമലാക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം. ഇവിടെ വരെ വന്ന് ഞങ്ങൾക്ക് 1 വർഷം എടുക്കും ഇവിടെ വരാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ അവിടെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഞങ്ങൾ നേർച്ച നിറന്നു. അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം തുടങ്ങി തന്നെ എൻ്റെ മോൻ്റെ സിംറ്റംസ് എല്ലാം കുറഞ്ഞു വന്നു. അവൻ്റെ ബ്ലഡ് പ്രഷർ നോർമലായി. അതുപോലെ തന്നെ അവനുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി തന്നെ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. 1 മാസമേ ഞങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റിയുണ്ടായിരുന്നുള്ളൂ. ഡോക്ടേഴ്സ് പറഞ്ഞത് 1 വർഷത്തോളം എങ്കിലും കണ്ടിന്യൂ ചെയ്താലേ ഈ ASO ടൈറ്റർ നോർമൽ ആകുമെന്നായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ച് ഈ ജൂലൈയിൽ ഞങ്ങളിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നിയർ ടു നോർമൽ ലെവൽ 832 ഉണ്ടായിരുന്നത് 321 ആയിട്ട് മെഡിസിൻ ഒന്നും കൂടാതെ പരിശുദ്ധ അമ്മ ദേവകുമാരൻ്റെ കയ്യിൽ നിന്ന് മെഡിസിൻ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. മൂന്നാമതായിട്ട്